ആദ്യം ശ്രീ അജിത് കുമാർ, ഈ ആരോപണങ്ങൾ അന്തരീക്ഷത്തിൽ ഉയർന്ന ഘട്ടത്തിലടക്കം ഹൂ കെയേഴ്സ് എന്ന മറുപടിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. പിന്നീട് മാനുഷികമായ ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം ഉയർത്തിക്കാണിച്ചു. എല്ലാവരും മനുഷ്യരല്ലേ എന്ന ചോദ്യമൊക്കെ ചോദിച്ചു. അതിനുശേഷം പിന്നീട് മാധ്യമങ്ങൾക്കടക്കം സ്റ്റഡി ക്ലാസ് എടുക്കുന്ന രീതിയായിരുന്നു രാഹുലിൽ നിന്ന് കാണാൻ സാധിച്ചത്. ഒരു വാർത്ത വന്നപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മാധ്യമങ്ങൾ ഇത് നൽകിയത്, തന്നോട് ചോദിച്ചോ എന്ന ചോദ്യം, അങ്ങനെയൊക്കെ. പക്ഷേ മാധ്യമപ്രവർത്തകർ ഈ ആരോപണങ്ങൾ ഉയർന്ന ഘട്ടം മുതൽ രാഹുലിന് പറയാനുള്ളതൊന്നും മറച്ചു വെച്ചിരുന്നില്ല. രാഹുലിന് വേണമെങ്കിൽ ഈ ആരോപണങ്ങളെല്ലാം തെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയടക്കം സമീപിക്കാമായിരുന്നു. അതും ചെയ്തില്ല എന്ന് നമ്മൾ കണ്ടതാണ്. ഇപ്പോഴിതാ മാധ്യമങ്ങൾ നൽകിയ റിപ്പോർട്ടുകളടക്കം ശരിയായിരുന്നു എന്ന് രാഹുൽ മാങ്കൂട്ടം സമ്മതിക്കുകയാണ്. തനിക്ക് യുവതിയുമായി പരിചയമുണ്ടായിരുന്നു, യുവതി വിവാഹിതയാണ് എന്ന് അറിയാമായിരുന്നു, അതേ സമയത്ത് തന്നെയാണ് ശാരീരിക ബന്ധം നടത്തിയത്, യുവതി ഗർഭഛിദ്രം നടത്തിയതും അറിയാം, പക്ഷേ അത് താൻ നിർബന്ധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ രാഹുലിൻ്റെ ഈ വാക്കുകൾ അല്ലെങ്കിൽ ജാമ്യാപേക്ഷയിലെ വിവരങ്ങളിൽ നിന്ന് രാഹുൽ കൂടുതൽ വെട്ടിലാകുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഞാൻ ആദ്യം നമ്മുടെ സിനിമാ നടൻ ബാലചന്ദ്ര മേനോൻ സാറിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇന്ന് വന്നിട്ടുണ്ട്, വേറൊരു മാധ്യമത്തിന് കൊടുത്തതാണ്. ഭാരത സ്ത്രീകൾ തൻ പാപശുദ്ധി എന്നൊന്നും ഉണ്ടായിരുന്നു, അതൊക്കെ പണ്ടാണ്. 10 വർഷം ഒരാളോടൊപ്പം കഴിഞ്ഞിട്ട് അടുത്ത വർഷം അയാൾ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്ന കാലമാണിത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത്. ഇവിടെ 2 പുരുഷന്മാരെ ഒരേ സമയം തേജോവധം ചെയ്തു വഞ്ചിച്ച ഒരു സ്ത്രീയെയാണ് ഇപ്പോൾ അതിജീവിത എന്ന് പറയുന്നത്. അത് എന്തടിസ്ഥാനത്തിലാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇത് 1ഉം 2ഉമല്ല, ഇത് ഇലക്ഷൻ സമയത്തിന് അല്ല. ഈ താങ്കൾ ഈ രണ്ടാമത്തെ ആളാരാണ്? ഏതാണ്? 2 പുരുഷന്മാരെ വഞ്ചിച്ചതിൽ രണ്ടാമത്തെ ആളാണ് രാഹുൽ മാങ്കൂട്ടം. അതെങ്ങനെയാണ് വഞ്ചന എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പ്രലോഭിപ്പിച്ചു. കാര്യം അദ്ദേഹമല്ല ഈ യുവതിയുമായിട്ട് അങ്ങോട്ട് പോയി ബന്ധപ്പെട്ടത്. അപ്പോൾ ഫേസ്ബുക്ക് വഴി അങ്ങോട്ട് മെസ്സേജ് അയച്ച് അദ്ദേഹവുമായിട്ട് ഒരു സൗഹൃദ ബന്ധം സ്ഥാപിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം നിസ്സാര കാലയളവിൽ തന്നെ അദ്ദേഹത്തെ വശീകരിച്ചെടുക്കുവാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതെങ്ങനെയാണ് ഒരു ജനപ്രതിനിധി ഒരു യുവതി വശീകരിച്ചാൽ അങ്ങനെ വശീകരിക്കപ്പെടുന്നത്? എന്താണ് ഈ ജാമ്യാപേക്ഷയിൽ പറയുന്നത് അജിത് കുമാർ? അതായത് വളരെ കൃത്യമായി ഈ യുവതി വിവാഹിതയായിരുന്നു എന്ന കാര്യം തനിക്കറിയാമായിരുന്നു എന്ന് പറയുന്നു. വിവാഹിതയായ സമയത്ത് തന്നെയാണ് താനുമായി അടുപ്പം പുലർത്തിയത് എന്ന് പറയുന്നു. താങ്കൾ പറഞ്ഞത് തന്നെയാകട്ടെ ന്യായം. അതായത് യുവതി ഇനിയിപ്പോൾ ആകർഷിച്ചതാണ് എന്നും കരുതുക. അപ്പോഴും രാഹുൽ മാങ്കൂട്ടം സമ്മതിക്കുന്നുണ്ടല്ലോ ആ സ്ത്രീ വിവാഹിതയാണ് എന്നത് അദ്ദേഹത്തിന് അറിയാം. നിയമപരമായ കാര്യങ്ങളിൽ ഒരു പരിജ്ഞാനവും ഇല്ലാത്ത ഒരാൾ ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണോ താങ്കൾ പറയുന്നത്? കുറഞ്ഞ പക്ഷം ഒരു ജനപ്രതിനിധിയായ ആളിന് ബോധ്യമുണ്ടാകേണ്ടേ? അതായത് ഭർത്താവുമായി അകലുന്നതിനുള്ള കാര്യങ്ങൾ എന്തുമാകട്ടെ, അവിടെ ഭർത്താവ് നിലനിൽക്കുമ്പോൾ ഇത്തരത്തിലൊരു ബന്ധം തുടരുന്നത് ശരിയല്ല എന്ന ബോധ്യം ഉണ്ടാകേണ്ടത് ഒരു ജനപ്രതിനിധിയായ രാഹുൽ മാങ്കൂട്ടത്തിനല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടാവേണ്ടതുപോലെ തന്നെ ആ യുവതിക്കും ഉണ്ടാകേണ്ടതല്ലേ? ഏറ്റവും കൂടുതൽ ഞാൻ വിവാഹം കഴിഞ്ഞിരിക്കുകയാണ്, എനിക്കൊരു ഭർത്താവുണ്ട്, ഡിവോഴ്സ് ആയിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ മറച്ചുകൊണ്ടോ അല്ലെങ്കിൽ പുള്ളിക്കാരൻ അറിഞ്ഞു എന്ന് രാഹുൽ മാങ്കൂട്ടം അറിഞ്ഞു എന്ന് തന്നെ വിചാരിക്കട്ടെ. ആ നിലനിൽക്കുന്ന സമയത്ത് ഒരു യുവാവിന് MLA അദ്ദേഹം MLA ആവുന്നതിന് മുൻപേ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സമയത്തടക്കം ബന്ധം പുലർത്തുന്നു. അത് മാത്രവുമല്ല, ഈ യുവതിയുടെ മൊഴി അനുസരിച്ച് പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഒരു ഘട്ടം, അതാകട്ടെ രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ വന്ന് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്ത ദിവസമാണ്. അത് മനസ്സിലാക്കുന്നിടത്തോളം രാഹുൽ മാങ്കൂട്ടം തന്നെ ആശാവർക്കർമാരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അടിയന്തര പ്രമേയം സഭയിൽ അവതരിപ്പിച്ച ദിവസം അന്നും ഈ പറയുന്നത് പോലെയുള്ള ശാരീരിക ബന്ധം നടന്നു എന്നാണ് യുവതി പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും നാണവും മാനവും ഇല്ലാത്ത സ്ത്രീകളാണോ ഈ കേരളത്തിൽ ജീവിക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ആരാണ് ഒരു സ്ത്രീയുടെ നാണവും മാനവും നിശ്ചയിക്കുന്നത്? ഏറ്റവും കൂടുതൽ മാന്യമായിട്ട് ജീവിക്കുന്ന ഞാൻ പറഞ്ഞോട്ടെ, മാന്യമായിട്ട് ജീവിക്കുന്ന സ്ത്രീകൾക്കും കൂടി അപമാനമാണ് ഇങ്ങനെയുള്ള സ്ത്രീകൾ. കാരണമെന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരത്തിന് ഒരു വിലയും കൽപ്പിക്കാതെ ആരുടെയെങ്കിലും കൂടെയൊക്കെ ഒരു ബന്ധവുമില്ലാത്ത ആൾക്കാരുമായിട്ട് സൗഹൃദം കൂടി കിടപ്പറ പങ്കിട്ടിട്ട് അങ്ങനെ അത് കഴിഞ്ഞ് ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് നിയമമാണ് ഒരു സ്ത്രീക്ക് പലരുമായി ശാരീരിക ബന്ധം പാടില്ല എന്ന് അനുശാസിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അത് ആ നിയമത്തിന്റെ പരിരക്ഷ രാഹുൽ മാങ്കൂട്ടത്തിനും ഉണ്ടാവണം. തീർച്ചയായും രാഹുൽ മാങ്കൂട്ടമാകട്ടെ ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ
ബന്ധപ്പെടുമ്പോൾ അതിന് പരസ്പരമായ ഉഭയകക്ഷി സമ്മതം വേണം. അതാണ് ഉണ്ടായിരുന്നത്. അതില്ല എന്ന് യുവതി ഇപ്പോൾ പറയുമ്പോൾ അതാണ് പ്രധാനപ്പെട്ടതായി ഞാൻ ചോദിക്കട്ടെ, ഒരു പെൺകുട്ടിയെ എത്ര പ്രാവശ്യം പീഡിപ്പിക്കാൻ പറ്റും? എത്ര പ്രാവശ്യം താങ്കൾ പറഞ്ഞ ഒരു പ്രാവശ്യമേ പറ്റത്തുള്ളൂ. ഈ സ്ത്രീയും ഒരു സ്ത്രീയുടെ മാനം എന്നത് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അപമാനമാണ്. അത് പല പുരുഷന്മാരോടൊപ്പം കഴിഞ്ഞു അല്ലെങ്കിൽ പല പുരുഷന്മാരോട് സൗഹൃദം പുലർത്തുക. ഇതാരാണ് നിശ്ചയിക്കുന്നത്? നമ്മുടെ സംസ്കാരം അതാണോ? നമ്മൾ വിവാഹം കഴിഞ്ഞ പുരുഷനുമായിട്ടാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടേണ്ടത്. അതിൽ നിന്നാണ് കുട്ടി ഉണ്ടാവേണ്ടത്. അല്ലാതെ അന്യപുരുഷനുമായിട്ട് അവരുടെ ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഇല്ലെങ്കിൽ പോലും ഭാര്യമാർ ഭർത്താക്കന്മാർക്കെതിരെ ആരോപണങ്ങൾ പടച്ചുവിടുന്ന ഒരു കാലഘട്ടമാണ്. വെറുതെ പറയുകയാണ്. കാരണം മറ്റുള്ള പുരുഷന്റെ സ്നേഹം പിടിച്ചു പറ്റുവാൻ വേണ്ടിയിട്ട്. പ്രത്യേക രാഹുൽ മാങ്കൂട്ടം വേറൊരു വിവാഹം കഴിച്ചിട്ടില്ല. വിവാഹം കഴിക്കാത്ത ഒരു വ്യക്തി ആ ബന്ധത്തിൽ വേറെ എന്തൊക്കെ ഉണ്ടെന്നുള്ള ഒരു ധാരണ ഉണ്ടാവും. അത് നമുക്കൊക്കെ ഉണ്ടായിരുന്നു. വിവാഹം കഴിക്കുന്നതിന് സ്വാഭാവികമായിട്ട് ഏതൊരു പുരുഷനും ഉണ്ടാകുന്ന ഒരു എന്താ പറയുക, ഒരു ഒരു പെണ്ണിന്റെ ശരീരത്തോടുള്ള കൂടുതൽ അമിതമായിട്ടുള്ള ഒരു ആകാംക്ഷ അത് ഉണ്ടാകുന്നതാണ്. സ്വാഭാവികമല്ല. ഞാൻ ചോദിച്ചത്, താങ്കൾ പറയുന്ന ഈ പുരുഷനും സ്ത്രീക്ക് മാത്രമാണോ മാന്യതയുള്ളൂ? സ്ത്രീക്ക് മാത്രമാണോ ഇതൊക്കെ ബാധകം? തന്നെയാണ് എനിക്ക് മറ്റൊരു അല്ല അജിത് കുമാർ, താങ്കൾ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു സ്ത്രീ ചിരിച്ചു കാണിച്ചാലോ മെസ്സേജ് അയച്ചാലോ വശീകരിച്ചാലോ അതിന് പിന്നാലെ പോയാൽ അപ്പോൾ പുരുഷൻ ഈ മാന്യതയൊന്നും ബാധകമല്ലേ? പുരുഷനാണെന്ന് മാന്യതയുള്ള സ്ത്രീക്ക് മാന്യത ഇല്ലാത്തത് കൊണ്ടാണ് ഒരു ഭർത്താവ് കൂടെ ഉണ്ടായിരിക്കുമ്പോൾ വേറൊരു അന്യപുരുഷനുമായിട്ട് അയാൾക്ക് മെസ്സേജ് അയച്ച് അയാളുമായിട്ട് സൗഹൃദം കൂടാൻ പോകുന്നത് മാന്യത ഇല്ലായ്മയാണ്. അപ്പോൾ ഈ ഭർത്താവുള്ള കാര്യം അറിയാവുന്ന രാഹുൽ മാങ്കൂട്ടം ആ മാന്യത എന്തുകൊണ്ട് കാണിച്ചില്ല? അവിടെ എന്ത് പറഞ്ഞു എന്ന് നമ്മൾ നോക്കണം. ഏത് രീതിയിലാണ് അദ്ദേഹത്തെ വശീകരിച്ചെടുത്തത് അത് അദ്ദേഹം ഇതേവരെ പുറത്ത് പറഞ്ഞിട്ടില്ല. എങ്ങനെയാണ് താങ്കൾ വശീകരിച്ചു എന്ന് പറയുന്നത്? തിരിച്ച് താങ്കൾ തന്നെ പറയുന്നു ഏത് രീതിയിലാണ് വശീകരിച്ചത് എന്ന് രാഹുൽ മാങ്കൂട്ടം പറയുന്നില്ല. പിന്നെ താങ്കൾ പറയുന്നു വശീകരിച്ചതാണ്. അല്ലാതെ സംഭവിക്കില്ലല്ലോ. വശീകരിക്കാതെ ഒരു കാരണവശാലും അദ്ദേഹം വിളിക്കുന്നിടത്തോ അല്ലെങ്കിൽ ഈ പെൺകുട്ടി വിളിച്ചെടുത്തോ അത് തിരിച്ചാകാൻ പാടില്ല എന്നുണ്ട്. ഏത് രീതിയിലായിക്കോട്ടെ. അതാണ് ചോദിച്ചത്. രാഹുൽ മാങ്കൂട്ടം തിരിച്ച് വിവാഹ വാഗ്ദാനം അടക്കം നൽകിയിരുന്നോ എന്ന് നമ്മൾ എങ്ങനെ അറിയും? എന്താണ് ഈ പറയുന്നത്? വിവാഹ വാഗ്ദാനം നൽകിയു. ഓൾറെഡി വിവാഹിതയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ എവിടെ എങ്ങനെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കാൻ പറ്റും? അത് വെറും എന്താ പറയുക, ഈ പ്രായപൂർത്തിയാവാത്ത കുട്ടിയാണോ ഇത്? എന്താ പറയുക, ഒരു തിരിച്ചറിവും ഇല്ലാത്തൊരു പെൺകുട്ടിയാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് സമ്മതിക്കാം. സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ഉണ്ടാകുന്ന ചില കുട്ടികളെ സ്വാഭാവികമായിട്ട് നമുക്ക് പ്രലോഭിപ്പിച്ചെന്നൊക്കെ പറയാം. ഇവിടെ എന്താ പറയുക, ഒരു മാധ്യമ പ്രവർത്തകയാണ്. അത് പറയുന്ന കാര്യം തന്നെ എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അത്രയും അറിവുള്ള ഒരു വ്യക്തി ഇങ്ങനെ ഒരു പുരുഷനുമായിട്ട് ശാരീരിക ബന്ധത്തിൽ പല പ്രാവശ്യം ബന്ധപ്പെട്ടതിന് ശേഷം അയാൾ പീഡിപ്പിച്ചു എന്ന് പൊതുസമൂഹത്തോട് പറയുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സാധാരണ സ്ത്രീകൾക്ക് തന്നെ അപമാനമല്ലേ? അതാണ് ഞാൻ താങ്കളോട് ആവർത്തിച്ച് ചോദിക്കുന്നത്. താങ്കൾ പറയുന്നു അതായത് ഈ സ്ത്രീയാണ് വശീകരിച്ചത് എന്ന് പറയുന്നു. ഇത് തിരിച്ചു പാടില്ല എന്ന് താങ്കൾ എന്താണ് ഉറപ്പിച്ച് പറയാൻ കാരണം? കാരണം ഒരു ജനപ്രതിനിധിയാണ്. പലതരത്തിലുള്ള സ്വാധീനങ്ങൾ ചെലുത്താം, സമ്മർദ്ദം ചെലുത്താം. ഭർത്താവുമായുള്ള ബന്ധം വേർപിരിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ പോലും ഭർത്താവ് ശരിയായ ദിശയിലാണ് ആ പെൺകുട്ടിയെ നോക്കിയത് എന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ അറിവിൽ അങ്ങനെ സംസാരിക്കാൻ സാധിക്കില്ല. ഒരു ഭാര്യയും ഭർത്താവുമാകുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാകാം, അവർ തമ്മിൽ അകൽച്ചയുണ്ടാകാം. ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരാൾ ഇടപെടുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഒരു പക്ഷേ കൂടുതൽ കരുതൽ ഉണ്ടാകുമെന്ന് അവർക്ക് കരുതാൻ പാടില്ല എന്നത് എന്തിൻ്റെ യുക്തി എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അല്ല, അങ്ങനെ ഈ എന്താ പറയുക, വഴിയെ പോകുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാനത്തിരിക്കുന്ന പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ അയാൾ എന്നെ കരുതിക്കോളും, അയാൾ എന്നെ സംരക്ഷിച്ചോളും എന്ന് പറഞ്ഞിട്ട് അയാളുടെ പുറകെ പോയി അതിലൊരു കുഞ്ഞുണ്ടാക്കുവാനോ അല്ലെങ്കിൽ ശാരീരികമായിട്ട് ബന്ധപ്പെടുവാനോ ഒക്കെ ശ്രമിച്ചിട്ട് പിന്നീട് പിറ്റേ ദിവസം വന്ന് എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം അതിന് വേറൊരു കാര്യം കൂടെ പറയാം. ഒരു പെണ്ണിന് നോ പറയാൻ പറ്റും, അതിൻ്റെ ഉള്ള അധികാരമുണ്ടെങ്കിൽ ഒരാണിനും നോ പറയുവാനുള്ള അധികാരമുണ്ട്. കാരണം കൂടുതൽ അടുത്ത് ഇടപഴകുമ്പോൾ